വേദിയിലുള്ള മഹല്ല് ജമാഅത്തിൻ്റെ ഭാരവാഹികളെ, വിശിഷ്ട ചീഫ് ഗസ്റ്റ്, അതുപോലെ തന്നെ ജനപ്രതിനിധികളെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, അധ്യാപകന്മാരെ, വിദ്യാർത്ഥി സ്കൂളിൻ്റെ 25ാം വർഷം പൂർത്തീകരിച്ച് ഈ വർഷത്തെ ആഘോഷ പരിപാടി ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി അദ്ദേഹത്തിൻ്റെ പ്രയാണം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മുതൽ അടിമുടി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഉന്നതമായ നിലവാരത്തിലേക്ക് സ്ഥാപനം എത്തിക്കണമെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി നല്ലൊരു പ്ലാനോടുകൂടി കണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് നയിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിന്റെ പുതിയ ബിൽഡിങ്ങും കിഡ്സ് പാർക്കും ലൈബ്രറിയും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും നല്ലൊരു മിനി ഓഡിറ്റോറിയവും അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുമായി ഉപയോഗിക്കുന്ന ഒരു വലിയൊരു ഓഡിറ്റോറിയം തന്നെ നമുക്കുണ്ടാകാൻ സാധിച്ചു. 4 നൂറ്റാണ്ടിന്റെ നിറവിൽ ഹിദായത്ത് അതിൻ്റെ പ്രയാണം തുടരുകയാണ്. നമ്മൾ ഇന്നിൻ്റെ ആഘോഷത്തിൽ നിൽക്കുമ്പോൾ ഇന്നലകളിൽ നമ്മിൽ നിന്ന് നീങ്ങിയവരെ ഓർമ്മിക്കുക എന്നുള്ളത് നന്ദിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം സ്ഥാപിക്കുന്നതിലും ഈ സ്ഥാപനത്തിൻ്റെ പ്രയാണത്തിലും കഠിനാധ്വാനം ചെയ്ത ആ വലിയ മനുഷ്യന്മാരെ ഞാൻ കമ്മിറ്റിക്ക് വേണ്ടി ഓർമ്മിക്കുകയാണ്. തീർച്ചയായും കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പുതിയ ലോകത്ത് ശാസ്ത്ര സാങ്കേതിക ടെക്നോളജി ഉയർന്നു നിൽക്കുന്ന സമകാലിക സമൂഹത്തിൽ AI ഒക്കെ വളരെ മനോഹരമായി നമ്മോട് സംസാരിക്കുന്ന കാലത്ത് നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കാൻ സാധിക്കുന്ന തലത്തിൽ ഹിദായത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന സന്തോഷം ഞാനിവിടെ അറിയിക്കുകയാണ്. ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട കായിക അധ്യാപകൻ പ്രിയപ്പെട്ട സിനാൻ സാറിനെ ഞാൻ അനുമോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് റാസി KP എന്ന് പറയുന്ന ആ പൊന്നുമോൻ വോളിബോൾ രംഗത്ത് സംസ്ഥാന തലത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ യശസ് ഉയർത്തിയത് എന്നുകൂടി പറഞ്ഞ് ഞാൻ നീട്ടി പറയാൻ. Especially proud to announce that we have maintained a remarkable 100% pass rate in the SSLC public examinations for the past 18 years without break. Celebrating 25 years of excellence, our school is now in the glory of its silver jubilee. Our manager Mr. A.K. Abdul Baki and the convener Mr. V.P. Shahir dedicated their full-time efforts to the development and progress of our school. Last month, we started a new digital classroom and a spacious reading room to improve how we teach and learn. During this academic year, our PTA committee has 21 members under the able chairmanship of P.V. Zubair. All the members have been working with dedication. Our mother PTA president is Mrs. Femina, who is always very supportive of us, so kind of a man. 3 months ago, our principal, Mr. Abdul Rahman Bengat, had the opportunity to attend a national leadership training program held in Kochi and conducted by Sahodaya. Master Muhammad Razi 8B was honored by the management and PTA for securing the silver medal at the state level handball competition. Let us congratulate him on this occasion. I also congratulate our PET teacher, Mr. Sinan. I proudly state that all these achievements are the results of the tireless teamwork
under the strong leadership of Mr. K.P. Abdul Rashid, Chairman of Hidayatul Islam Sangam. Before concluding this report, I humbly and gratefully acknowledge the wholehearted support and cooperation of the management committee, respected parents, dedicated teachers, beloved students, and all well-wishers who stand with us in every step of our journey. ഹിദായത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വളർന്നിരിക്കുകയാണ്. അതിൻ്റെ കലാ സാംസ്കാരിക മേളകളെല്ലാം തന്നെ വളരെ ചിട്ടയായി സ്റ്റേറ്റ് ലെവലിൽ അറിയപ്പെടുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ വികസന കാര്യത്തിൽ മാനേജ്മെൻറ്റ് നല്ല രീതിയിലാണ് നോക്കിക്കാണുന്നത്. അതിനാവശ്യമായ സൗകര്യങ്ങളെല്ലാം തന്നെ മാനേജ്മെൻറ്റും നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ ഉയർച്ചയിലെത്തിക്കാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള ഫെസിലിറ്റീസും ഈ കാലയളവിൽ നമ്മുടെ മാനേജ്മെന്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷന്റെ ഒപ്പത്തിനൊപ്പം തന്നെ കുട്ടികളുടെ കല, കായിക, മറ്റു കഴിവുകളെല്ലാം കുട്ടികൾക്ക് നല്ല രീതിയിൽ ഉയർച്ചയിലെത്താൻ വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും കൊടുക്കുകയാണ് ഇവിടുത്തെ സ്കൂൾ മാനേജ്മെന്റും PTA-യും പിന്നെ അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും. കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല വിദ്യാഭ്യാസ പഠനം കൈവരിക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ 100% വിജയം, ഈ വിജയ ശതമാനമൊക്കെ ഈ മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിൻ്റെ ഒക്കെ കഠിനാധ്വാനമായി ആണ്. അതുപോലെ ഇനിയും ഇതുപോലെ നല്ല നിലവാരം കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ അർപ്പിച്ചു നിർത്തും. സ്കൂളിൻ്റെ വളർച്ച മുകളിൽ എല്ലാവരും വിശദീകരിച്ചു. വളരെ നല്ല രീതിയിലാണ് സ്കൂൾ പോകുന്നത്. നല്ലൊരു സ്ട്രെങ്ത് ഇപ്പോഴുണ്ട്. നമ്മുടെ കുട്ടികൾ അതുപോലെ തന്നെ ഓരോ വർഷം കഴിയുമ്പോഴും അവരുടെ കഴിവുകൾ എല്ലാ രംഗത്തും തെളിയിച്ച് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒത്തിരി സമ്മാനങ്ങൾ വാരിക്കൂട്ടി ഹിദായത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനം വളരെ സന്തോഷപ്രദമാക്കി മുന്നോട്ട് നീങ്ങുകയാണ്. കല എന്നത് ഒരുപാട് കലാരൂപങ്ങളുടെ ഒരു സമന്വയമാണ്. നമ്മുടെ നാടൻ കലകൾ ഇവിടെ ഉണ്ടായി, ഒപ്പന, ദഫ്മുട്ട് പോലത്തെ നാടൻ കലകളുണ്ടായി, വെസ്റ്റേൺ സ്റ്റൈൽസ് ഉണ്ടായി, അറബിക് സ്റ്റൈൽസ് ഉണ്ടായി. എല്ലാം കൂടി ഒരു സങ്കരമായ ഒരു നിലയിലാണ് നമ്മളിവിടുന്ന് കണ്ടത്. എന്നാലും എല്ലാത്തിനും അതിൻ്റെതായ തനതായ ഒരു യുണീക്നെസ് ഉണ്ട്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. എനിക്ക് എൻ്റെ പുന്നാര മക്കളോട് പറയാനുള്ളത്, നമ്മൾ ഏത് സിറ്റുവേഷനിലായാലും നമ്മുടെ ആ യുണീക്നെസ്, നമ്മുടെ ആ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യണം. നമ്മൾ നമ്മുടെ ചുറ്റുപാടുമായിട്ട് ഇണങ്ങി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടേതായ ആ ഒരു യുണീക്നെസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന ചീഫ് ഗസ്റ്റിൻ്റെ ഉനൈസ് മാട്ടൂരിൻ്റെ കലാപ്രകടനം കാണാനുള്ള ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത് അറിയാം. അതുകൊണ്ട് തന്നെ എനിക്കും പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. സ്കൂളിൻ്റെ സമഗ്രമായ വികസനം, പുരോഗതി ഒക്കെ തന്നെ ഇവരെല്ലാവരും പ്രതിപാദിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കാനും ഇപ്പോൾ ഈ വേദിയിൽ എത്താൻ കഴിഞ്ഞതിലും ഉള്ള സന്തോഷം കൂടി ഞാൻ അറിയിക്കുന്നു. ഇനിയും നമ്മുടെ ഹിദായത്ത് സ്കൂൾ ദിനം പ്രതി ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിൽ തന്നെ എത്തിച്ചേരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നും ഈ ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ, ഈ മഹലിലുള്ള ഒരു ആളെന്ന നിലയിൽ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, സ്നേഹം, നമസ്കാരം. ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. Oh,
my thanks to my dear children and teachers who worked hard to make this event a colorful one. Also the parents who supported us with your presence. And also to all the persons behind light and sound, decoration and all my colleagues who supported to make this event a big thanks. And once again, thank you all.